Hello everyone, welcome to Mehar's Kitchen. ഇന്ന് നമുക്ക് കുറച്ച് ടേസ്റ്റി, കുറച്ച് ടാങ്കി, കുറച്ച് പുളി, കുറച്ച് മധുരം, കുറച്ച് എരിവ് അങ്ങനെയൊക്കെ ചട്നീൻ്റെ റെസിപ്പി നോക്കാം. സ്ട്രീറ്റ് ഫുഡിൽ യൂസ് ചെയ്യുന്ന, ചാട്ടിൽ യൂസ് ചെയ്യുന്ന ചട്നി. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ? മമ്മിനോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് പുളിയാണ്. ഇത് 25 ഗ്രാം പുളിയാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ക്രഷ്ഡ് ചില്ലീസാണ്, റെഡ് ചില്ലി. അത് എത്ര ആവശ്യമുള്ളത് അത്ര എടുത്താൽ മതി. 1 ടീസ്പൂൺ വലിയ ജീരകമാണ്. ഇത് വറുത്തെടുക്കണം, ആദ്യം വറുത്തതാണ്. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്രഷ് ചെയ്തതാണ്, ചെറുതായിട്ടൊന്ന് പൊടിച്ചതാണ്. ഒന്ന് വറുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് ഉപ്പാണ് ആവശ്യത്തിന്. 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടാണത്. നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ ചാട്ട് മസാല യൂസ് ചെയ്താൽ മതി. പിന്നെ ആവശ്യമുള്ളത് ഒരു 2-3 നുള്ള് കായം പൊടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യത്തെ ചട്നി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പുളി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 3-4 മണിക്കൂർ ഇത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കണം. സോക്ക് ചെയ്തെടുത്ത പുളിയാണിത്. അപ്പോൾ 3-4 മണിക്കൂർ വെള്ളത്തിൽ വെച്ചിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതിൽ നിന്നുള്ള പൾപ്പൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ആ പുളി നന്നായിട്ട് പിഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിലെ തോലും കുരുകളെല്ലാം കളയണം. അപ്പോൾ നമുക്കൊരു അരിപ്പെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതാ പുളിവെള്ളം നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ ഈ ചട്നി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിൽ 2.5 കപ്പ് വെള്ളമുണ്ട്. പുളിവെള്ളം 1 കപ്പിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നന്നായിട്ട് ഷുഗറൊക്കെ മെൽറ്റ് ആവണ വരെ നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റോളം നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം ഇത് 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ജീരകം വറുത്തതും പിന്നെ ക്രഷ്ഡ് ചില്ലിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടിയും ഇത് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. ക്രഷ് ചില്ലിയും വലിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് കോൺഫ്ലവറിലേക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. വെള്ളം ഇട്ടിട്ട് കലക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം ഈ ചട്നി ഇങ്ങനെ ഒരു കട്ടിയായി വരും. അപ്പോൾ ഒന്നും കൂടി ഇത് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ഇതാ 1-2 മിനിറ്റ് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുപ്പിക്കാൻ വെക്കാം. ഈ ചട്നി നല്ല ടേസ്റ്റിയാണ്. മധുരമുള്ള ഒരു നല്ല അടിപൊളി ചട്നിയാണ്. സമൂസ, കച്ചോറി, പാനിപൂരി ഏത് ചാട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു ചട്നി മതി. ഒരു മധുരത്തിനും പുളിക്കും നല്ല ടേസ്റ്റിയായ ഒരു ചട്നിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ ഒരു ചട്നിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ നമ്മൾ ചട്നി ഇവിടെ തണുത്ത് റെഡിയാണ്. പാകത്തിന് കൺസിസ്റ്റൻസി ആയിട്ട് തണുക്കുമ്പോഴേക്കും ഇതൊന്ന് പാകത്തിന് കൺസിസ്റ്റൻസി ആവും. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് തണുത്തപ്പോൾ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എന്നിട്ട് എൻജോയ് ചെയ്യാം. അടിപൊളി ചട്നിയാണ്. അടുത്തത് ഗ്രീൻ കോക്കനട്ട് ചട്നിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിൽ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ടാണ്. തേങ്ങ ചുരണ്ടിയത്. പിന്നെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി, 1/4 കപ്പ് പുതിന ഇല, 1/2 കപ്പ് മല്ലിയില. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ വലിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ. ഇനി ചെയ്യേണ്ടത് ഒരു മിക്സർ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം.
ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതാ ഒരു സ്മൂത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. സ്മൂത്താക്കിയിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിന് വേണ്ടത്. വെള്ളം 1 ടേബിൾ സ്പൂൺ മതിയായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു അര നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യാം. നമ്മളെ ഗ്രീൻ കോക്കനട്ട് ചട്നി റെഡിയാണ്. അപ്പോൾ ഈ ചട്നി റെഡിയാണ്. ഇത് നമുക്ക് സമോസ കച്ചോറി ചാട്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചട്നിയാണ്. അല്ലെങ്കിൽ വേറെ ഏത് ചാട്ട് ഉണ്ടാക്കിയാലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ സമോസ കച്ചോറി ചാട്ടിലേക്ക് പറ്റിയ ചട്നിയാണ്. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ബോംബെ ഗ്രിൽ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചട്നിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി അടുത്തത് ഗ്രീൻ ചട്നിയാണ്. ഗ്രീൻ ചട്നിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് മല്ലിയിലയാണ്, 1/2 കപ്പ് പുതിന ഇല, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണിത്. പിന്നെ ആവശ്യമുള്ളത് ഒരു സവാളയുടെ അര കഷ്ണം മതി. പിന്നെ 3-4 പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. 5-6 വെളുത്തുള്ളിയുടെ അല്ലി, 2-3 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണിത്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചാട്ട് മസാല. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാമാണ് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ ആവശ്യം. ഇനി ചട്നി ഉണ്ടാക്കുക എങ്ങനെ നോക്കാം. ഇനി നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം, സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിനായിട്ട് ഒരു മിക്സർ ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ അതാ നമ്മളെ ചട്നിയുടെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്മൂത്താക്കി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൂടി ഇതൊന്ന് ലൂസാക്കി എടുക്കാം. നേരത്തെ പറഞ്ഞ ചട്നിയും ഇങ്ങനെ തന്നെ ഏത് ഗ്രീൻ ചട്നി ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന മുമ്പ് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഈ ചട്നി സാൻഡ്വിച്ചിലേക്കും യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ ചട്നിയും സാൻഡ്വിച്ചിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് ചാട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രീൻ ചാട്ട് ചട്നി റെഡിയാണ്. ഇത് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ 3 ചട്നിയും ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റിയായ ചട്നികളാണിത്. ഇത് ചാട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചട്നിയാണ്. ഗ്രീൻ കോക്കനട്ട് ചട്നി, ഗ്രീൻ ചട്നി, പിന്നെ ഇംലി ചട്നി. ഈ 3 ചട്നിയും ടാമറിൻ ചട്നി നല്ല ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചട്നികളാണ്. ചാട്ട് ഉണ്ടാക്കുമ്പോൾ ഈ 3 ചട്നി മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.